പോയിട്ട് വരാമേ ബ്ലാക്കി. വിഷമിക്കല്ലേ. ടാറ്റാ ബൈ സീ യു. ഹായ് ഹലോ നമസ്തേ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ എന്താ ഈ ഒരുങ്ങുന്നത് എന്തിനാണെന്ന് പാല് കാച്ചിന് പോകാനാണ്. ഒരു പാല് കാച്ചി ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അപ്പോൾ ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ആഫ്റ്റർ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇതാണ്. അതുപോലെ വൈകുന്നേരമാണ്. പാല് കാച്ചാകുമ്പോൾ നമ്മൾ 3 നേരം ഉണ്ടല്ലോ, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഏതെങ്കിലും സമയത്ത് പോയാൽ മതിയല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പാല് കാച്ചത് നമ്മുടെ വീടിൻ്റെ അടുത്താണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. പക്ഷേ അതിന് നമ്മുടെ ബാക്കിലെ വിഷമം കാണണോ? എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്, പോകണത് ഇഷ്ടമില്ല. അതാണ്ടേ വിഷമിച്ചിരിക്കുകയാണ്. അത് മോൻ്റെ അടുത്തും വിഷമം കാണിക്കുന്നുണ്ട്. പോണ്ടാന്നുള്ള രീതിയിലാണ് കൈയൊക്കെ കൊടുക്കുന്നത്. ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇതൊക്കെ. വാഴത്തോട്ടും അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്, കാണാൻ തന്നെ നല്ല രസമാണ്. എത്താറായിട്ടുണ്ട്, വീട്ടിലെത്തിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വീട്. എങ്ങനെയുണ്ട് വീട്? കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല രസമല്ലേ വീട് കാണാൻ? നമ്മൾ അകത്തോട്ടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അകം കാണാൻ അടിപൊളിയാണ്. നമ്മളങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നല്ല രസമായിരുന്നു വീട് കാണാൻ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി എല്ലാ മുറിയിലും കയറി നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പോയി ഓരോ മുറിയും കണ്ടു. അവിടുത്തെ സെറ്റിങ്സും ലൈറ്റിങ്സും എല്ലാം കണ്ടു. എല്ലാം സൂപ്പറായിരുന്നു. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഒരു വീട് വയ്ക്കുന്നതെന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളും കഷ്ടപ്പാടും കൊണ്ടാണ് നമുക്കൊരു വീട് വയ്ക്കാൻ പറ്റുന്നത്. എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീടെന്ന് പറയുന്നത്. അത് സഫലമാകുന്ന ദിവസം നമുക്ക് സത്യം ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ലൈറ്റിങ്സും എല്ലാം അവിടുത്തെ അലമാരയെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നതൊക്കെ സൂപ്പറാണ്. എല്ലാം കൊള്ളാം. ഡെക്കറേഷൻസ് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ സീലിങ്സിൽ ലൈറ്റിങ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട് കാണാൻ നല്ല ഭംഗിയാണ്. മൊത്തം ചുറ്റി കണ്ടു. കണ്ടിട്ടും തീരുന്നില്ല കേട്ടോ. കുറേ ഉണ്ട് ഡെക്കറേഷനും കാര്യങ്ങളും. ഓരോ റൂമിലും ഓരോ ഇതാണ്. ലൈറ്റിങ്സൊക്കെ എന്ത് അടിപൊളിയാണ്. കുറേ ദിവസം എടുത്ത് കാണും ഇതൊക്കെ സെറ്റ് ചെയ്ത് വരാൻ വേണ്ടി. സൂപ്പറല്ലേ? എല്ലാ റൂമും കണ്ടു, എല്ലാ റൂമിലും കയറി, എല്ലാം ഇഷ്ടപ്പെട്ടു. അതൊക്കെ ബാത്റൂമിൻ്റെ ഡോറാണ്. നല്ല രസമുണ്ട്. എല്ലായിടത്തും എല്ലാ മുറിയിലും സീലിംഗ് ഉണ്ട്. ആ സീലിംഗ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. രാത്രിയൊക്കെ ആ ലൈറ്റിങ്സൊക്കെ നല്ല രസമായിരിക്കും. അലമാരയൊക്കെ ഉണ്ട്. ഓരോ തരം ലൈറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒരു പ്രത്യേക തരം ഒരു ഭംഗിയായിരുന്നു കാണാനുമല്ല. അങ്ങനെ എൻ്റെ മോന് മതിയായിട്ടുണ്ട്. അവൻ താഴെ പോകണമെന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ പോയി കാണണമെന്ന് അവന് വലിയ ഇഷ്ടമല്ല. അവന് എങ്ങനെയെങ്കിലും കളിക്കണം, ചാടണം, ഓടണം. അതൊക്കെയാണ് അവൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ബിരിയാണി റൈസ്, പപ്പടം, ചിക്കൻ ഫ്രൈ എല്ലാം കൂടെ തട്ടിയടിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. നല്ല രസമായിരുന്നു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു പാല് കാച്ചി കഴിഞ്ഞു, വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ, സീ യു.